നമുക്ക് കിഴി ഹോസ്പിറ്റലിലും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എങ്ങാണ് നമ്മൾ വേദനയുള്ള ഏരിയയിൽ നമുക്ക് ഈ കിഴിയെ ജസ്റ്റ് എണ്ണയിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്യാം. കിഴിക്ക് ഉപയോഗിക്കുന്ന തൈലം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശം തന്നെ സ്വീകരിക്കേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലാണ് നമ്മൾ കിഴി ചെയ്യുന്നെങ്കിലും ഇപ്പോൾ മുട്ടുവേദനയ്ക്ക് നമ്മൾ സഹജരാതി അല്ലെങ്കിൽ മുറിവെണ്ണ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടുവേദനയുള്ള കണ്ടീഷനകത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി ധാന്യതരം ഡീജനറേറ്റീവ് ചേഞ്ച് ഒക്കെ ഉള്ള ഒരു പേഷ്യൻ്റിലാണെങ്കിൽ ധാന്യതരം തൈലമായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിന് മുകളിലേക്കുള്ള കണ്ടീഷൻസിനകത്ത് കാർപ്പസസ്യാദി പോലെയുള്ള തൈലങ്ങളും ചിലപ്പോൾ ഉപയോഗിക്കും, ചിലപ്പോൾ പ്രസാരണ്യാദിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ശരിക്കും ഈ രോഗി ഒരു വൈദ്യനെ കണ്ട ശേഷം ഈ കുറിപ്പ് എഴുതി വാങ്ങുകയാണ് വേണ്ടുന്നത് ഏത് തൈലം ഉപയോഗിക്കണം എന്നുള്ളതിലേ. അപ്പോൾ അതനുസരിച്ച് ഒരു തൈലം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലകളെല്ലാം തന്നെ വീട്ടിൽ തന്നെ കളക്ട് ചെയ്ത് ഇതുപോലെ ഈ ഓയിലിനകത്ത് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഏരിയയിൽ പെയിൻഫുൾ ഏരിയയിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ക്ലിനിക്കൽ സെറ്റപ്പിലും ചെയ്യാം. ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു തെറാപ്പിസ്റ്റാണ് ചെയ്യുന്നത്. അതിന് 7 പൊസിഷൻസ് ഉണ്ട്. ഈ പേഷ്യൻറ്റിനെ കിടത്തിയും അതുപോലെ ഇരുത്തിയും ഒക്കെയുള്ള 7 പൊസിഷൻസ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആ പൊസിഷനിലൊക്കെ മസാജ് ചെയ്തതിന് ശേഷം അതായത് ഓയിൽ അപ്ലൈ ചെയ്ത് അഭ്യംഗം ചെയ്തതിന് ശേഷം ഈ കെട്ടിയിരിക്കുന്ന ഈ കിഴികൾ എണ്ണയിൽ ഈ പേഷ്യൻറ്റിന് കുറിച്ചിട്ടുള്ള എണ്ണയിൽ മുക്കിയിട്ട് ആ ഭാഗങ്ങളിൽ വേദനയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുകയാണ് പതിവ്. ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ബോഡിയിലും ചെയ്യാൻ പറ്റും.